എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായത്തിൻ്റെ 25 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 24:25. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മിഷണറി യാത്രയുടെ അവസാന രംഗങ്ങളിൽ വിസ്തരിക്കപ്പെടുന്ന വേളയിൽ തൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തര സാക്ഷ്യം വീണ്ടും ആവർത്തിച്ചു പറയുകയും തുടർന്ന് മാറി മാറി വിസ്താരങ്ങൾക്കായി അദ്ദേഹം അധിപതികളുടെ മുൻപാകെ നിർത്തപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം തൻ്റെ സാക്ഷ്യത്തിലൂടെയും അറിവിലൂടെയും സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു. പൗലോസിൻ്റെ സുവിശേഷ സംവേദന ശൈലിയുടെ ഒരു പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ വായിച്ച ഈ വാക്യം. കേൾവിക്കാരെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമാം വിധം സുവിശേഷം സംവേദന ചെയ്യാൻ പൗലോസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഫേലിക്സിന്റെ മുൻപിലുള്ള പ്രതിവാദം ഇതിനുദാഹരണമാണ്. ഫേലിക്സിനെ കുറിച്ച് പറയുമ്പോൾ അടിമയായി ജീവിതം ആരംഭിച്ച് ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു ഫേലിക്സ്. അഴിമതിക്കാരനായിരുന്നു. കൈക്കൂലി ലഭിക്കുമെന്നുള്ള ദുരാഗ്രഹത്തോടെ മനഃപൂർവ്വം പൗലോസിന്റെ കാരാഗ്രഹവാസം അവൻ നീട്ടിക്കൊണ്ടുപോയി. കൈസരിയെ ചൊല്ലി യഹൂദന്മാരും യവനന്മാരും ശണ്ടയുണ്ടായപ്പോൾ അത് ശമിപ്പിക്കാൻ ആയിരക്കണക്കിന് യഹൂദന്മാരെ അവൻ കൊന്നൊടുക്കി. യഹൂദന്മാരുടെ പരാതിയെ തുടർന്ന് ഗവർണർ സ്ഥാനത്ത് നീക്കപ്പെടുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ദ്രുസില്ല അവൻ്റെ 3ാം ഭാര്യയായിരുന്നു. സ്വകാര്യ ലാഭത്തിനു വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തിയായിരുന്നു ഫേലിക്സ്. ഫേലിക്സിന്റെ മുൻപിലെ പൗലോസിന്റെ പ്രതിവാദത്തിൽ പറഞ്ഞ 3 പദങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. 1 നീതി, 2 ഇന്ദ്രിയജയം, 3 ന്യായവിധി. യഹൂദന്മാർക്കെതിരെ നടത്തിയ ക്രൂരതയും കൊലയും ഉദ്ദേശിച്ചാണ് നീതിയെക്കുറിച്ച് പറഞ്ഞതെന്ന് ചിന്തിക്കാം. എന്നാൽ വിശ്വാസത്തിൽ ലഭ്യമാകുന്ന നീതീകരണത്തെക്കുറിച്ചായിരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ദൈവം ഒരുവനെ നീതിമാനായി പരിഗണിക്കുന്ന നീതീകരണം. അങ്ങനെയെങ്കിൽ നീതീകരണത്തിൻ്റെ ത്രികാല അവസ്ഥയായിരിക്കാം ആ 3 പദങ്ങളിലൂടെ പൗലോസ് പറഞ്ഞത്. അതായത് രക്ഷയുടെ ത്രികാല അവസ്ഥ. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടേ കൊണ്ടേ ഇരിക്കുന്നു, രക്ഷിക്കപ്പെടും. അപ്പൊ നീതീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, നീതീകരിക്കപ്പെടും. ദൈവം നമ്മെ നീതീകരിച്ചു. ജഡത്തിന്മേലുള്ള വിജയം, അതാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുക. ഓരോ ദിവസവും അനുഭവമാക്കേണ്ടതാണ്. മാനസാന്തരം ഒരിക്കലായി ഉണ്ടായാൽ പോരാ, അത് ആവർത്തിക്കപ്പെടേണ്ടുന്ന സംഗതിയാണ്. ജഡത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിക്കണം. രക്ഷയുടെ പൂർത്തീകരണം കർത്താവിൻ്റെ പുനരാഗമനത്തിലാണ്. അപ്പോൾ നീതി, ഇന്ദ്രിയജയം, ന്യായവിധി ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പൗലോസ് കാരാഗ്രഹത്തിലും വിസ്താരവേളകളിലും ചന്തസ്ഥലത്തും പുഴക്കരയിലും അങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പങ്കുവച്ചു എന്നതാണ് നമ്മെ സംബന്ധിച്ച് കൂടുതൽ പൗലോസിനെ സഭയുടെ ഒരു ശില്പി എന്ന് വിളിക്കത്തക്ക വിധത്തിൽ മനസ്സിലാക്കാവുന്നത്.
രക്ഷയുടെ പൂർത്തീകരണം കർത്താവിൻ്റെ വീണ്ടും വരവിലാണ് എന്നത് നമ്മൾ വിശ്വസിക്കുന്നു. സേഫ് ടേക്ക് ഓഫ് അല്ല, സേഫ് ലാൻഡിംഗ് ആണ് വിമാനയാത്ര വിജയം നിശ്ചയിക്കുന്നത്. നീതി, ഇന്ദ്രിയജയം തുടങ്ങിയ കാര്യങ്ങളിൽ തികഞ്ഞ പരാജയമായിരുന്നു ഫെലിക്സ്. സ്വന്തം സ്വാതന്ത്ര്യത്തോടെ ഫെലിക്സിൻ്റെ പാപബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനാണ് പൗലോസ് പ്രാധാന്യം നൽകിയത്. തന്നെ വിസ്തരിക്കുന്നവനെ കർത്താവിനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ, ജീവിതത്തിൽ അവനൊരു തിരുത്തൽ വരുത്താൻ, ഒരു ഭയം വരുത്താൻ പൗലോസ് ശ്രമിച്ചു എന്ന് വേണം കരുതാൻ. ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ, നമ്മുടെ ജോലി സംബന്ധമായ ഇടങ്ങളുണ്ട്, യാത്രാവേളകൾ, അങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ കർത്താവിനെക്കുറിച്ച് സാക്ഷിപ്പാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. എല്ലാ അനുഭവങ്ങളും നമുക്ക് സുഖാനുഭവങ്ങളാവണം എന്നില്ല. പ്രതികൂലതകളുടെ മധ്യത്തിലും കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ, ജീവിപ്പാൻ നമുക്ക് ഇടയാവട്ടെ. നീതിയും ഇന്ദ്രിയജയവും മുഖമുദ്രയാക്കി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ഊർജം ഞങ്ങൾക്ക് നൽകണമേ. വിവേകത്തോടും ബുദ്ധിയോടും പരിജ്ഞാനത്തോടും ഇന്നത്തെ പകൽക്കാല ജീവിതത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിക്കണമേ. ജോലി സംബന്ധമായ ഇടങ്ങൾ, യാത്രാവേളകൾ, എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ഈ പ്രഭാതത്തിൽ ദുഃഖത്തോടും പ്രയാസത്തോടും വേർപാടിൻ്റെ നൊമ്പരങ്ങളോടുമൊക്കെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സൗഖ്യവും വിടുതലും സമാധാനവും ധൈര്യവും പ്രത്യാശയും ഒക്കെ നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം. പകൽക്കാല ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹവും നന്മയും നിറഞ്ഞ പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് കരം പിടിച്ച് നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.